ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെയിലി വ്ളോഗ് അല്ല. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ കമ്പനിയുടെ കൂടെ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യാന്ന്, അതായത് ആസ് എൻ ആർട്ടിസ്റ്റ് ആയിട്ടും ആസ് എ മദർ ആയിട്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. ഞാൻ യൂട്യൂബ് ചാനൽ കുറേ നാളായിട്ട് തുടങ്ങിയെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഈ ഒരു നവംബർ തൊട്ടാണ് കേട്ടോ. അതിനുശേഷം മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ചാനൽ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കണമെങ്കിൽ നാച്ചുറൽ ലൈറ്റാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എപ്പോഴാണ് നല്ല ലൈറ്റൊക്കെ കിട്ടി വീഡിയോസ് എടുക്കാൻ പറ്റുന്നതിനനുസരിച്ചിരിക്കും ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളും കമ്പനീനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും നല്ല തിരക്ക് പോലെയാണ് തോന്നാറ്. സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നത്തെ ഡെയിലി റുട്ടീൻസ് ഒക്കെ ആകെ മാറിപ്പോയ പോലെയാണ് തോന്നാറ്. വലിയ റുട്ടീൻസ് ആയിട്ട് പറയാനൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് ജസ്റ്റ് മുറ്റത്തൊക്കെ ഇറങ്ങി. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ജാതിത്തോട്ടാണ്, നല്ല വൈബാണ്. പിന്നെ ചെടികളെ നോക്കുക, പ്ലാന്റ് കളക്ഷൻ, അതുപോലെ തന്നെ മീ ടൈം എടുക്കുക എന്നതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റപ്പോൾ നല്ല പോസിറ്റീവ് ഫീലായിരുന്നു. പിന്നെ കമ്പനി നേരം വൈകി എണീറ്റു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പ്ലാന്റ് കളക്ഷൻസ് കുറച്ചുള്ളൂ, എന്നാൽ കുറച്ചുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് നനച്ചൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ കമ്പനി എണീറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ്ട് നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ട് വന്നിട്ട് എന്നോട് പറയാണ് വാട്ടിത്തരണം എന്ന്. സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷെ പറയണത് പഴം വാട്ടിത്തരാനാണ്. അങ്ങനെ ഞാൻ ചെറുതായിട്ട് പഴമൊക്കെ വാട്ടിക്കൊടുത്തു. പിന്നെ പാവക്കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്തു, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കമ്പനി സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും പറയും നല്ലതാണ് ഒറ്റയ്ക്ക് കഴിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അത് നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് കമ്പനിക്ക് അമൃതം പൊടി മേടിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ കമ്പനിയുടെ കുളിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അംഗനവാടിയിലേക്കാണ്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് ചിരിച്ച് കളിച്ചൊക്കെയാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ സ്ഥിരം പതിവ് പോലെ തന്നെ അവൾ ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനും കമ്പനി എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കുറേ നാൾ മുന്നെടുത്തതാണ്. റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോസിന്റെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ബിഗ് പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പെയിന്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ക്യാൻവാസിന് പിന്നിൽ ഒരു വലിയൊരു സ്റ്റോറി ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താന്നൊക്കെ ഉള്ളത് ഈ ഒരു പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വ്ളോഗിൽ പറയാം. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു പെയിന്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കമ്പനി വലിയ ആളുടെ പോലെ പെയിന്റ് ഒക്കെ ചെയ്ത്
കൈമി മുഖത്തൊക്കെ ആകെ പെയിന്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വൈറ്റ് ഇനാമൽ പെയിന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് അത് പോവാൻ നല്ല പാടാണ്. വെളിച്ചെണ്ണയും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നന്നായിട്ട് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം ഇവള് ചെറിയ കുട്ടിയല്ലേ, അപ്പം ഞാൻ പെട്ടെന്ന് നന്നായി ദേഷ്യപ്പെട്ടു. അപ്പം അവള് ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷെ പിന്നെ വീണ്ടും വന്നിട്ട് പെയിന്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഇതോടുകൂടി അവസാനിപ്പിച്ചു കേട്ടോ ഞങ്ങള്. പെയിന്റ് എവിടേക്ക് കാണിച്ചെടുത്തേ? ഇവിടെ 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 ഇവിടെ